പ്ലാൻ 18 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ദിവസമാണ് വാലിഡിറ്റി ലഭിക്കുന്നത്. ഈ 2 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും. ഓരോ ദിവസവും നമുക്ക് 1 GB ഡാറ്റ വെച്ചും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. പ്ലാൻ 59 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 7 ദിവസമാണ്. നമുക്ക് 7 ദിവസവും അൺലിമിറ്റഡ് കോൾസ് വിളിക്കാൻ വേണ്ടി സാധിക്കും. ഓരോ ദിവസവും നമുക്ക് 1 GB ഡാറ്റ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. പ്ലാൻ 87 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 14 ദിവസമാണ്. ഈ 14 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് വിളിക്കാൻ വേണ്ടി സാധിക്കും. ഓരോ ദിവസവും നമുക്ക് 1 GB ഡാറ്റ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. പ്ലാൻ 99 ഈ 99ൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ അത് 17 ദിവസം വാലിഡിറ്റി ഉള്ള പ്ലാനാണ്. പക്ഷേ ഈ പ്ലാനിനൊപ്പം ഡാറ്റ വരുന്നില്ല. പക്ഷേ അൺലിമിറ്റഡ് കോൾസ് നമുക്ക് ഈ 17 ദിവസവും വിളിക്കാൻ വേണ്ടി സാധിക്കും. പ്ലാൻ 107 രൂപയുടെ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് 35 ദിവസം വാലിഡിറ്റിയാണ്. ഇത് അൺലിമിറ്റഡ് കോൾസും അൺലിമിറ്റഡ് ഡാറ്റയും ഒന്നും ലഭിക്കുന്ന പ്ലാനല്ല. ആകെ നമുക്ക് ലഭിക്കുന്നത് 200 മിനിറ്റ് കോളുകളും 3 GB ഡാറ്റയുമാണ്. പ്ലാൻ 118 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 20 ദിവസമാണ്. 20 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് വിളിക്കാൻ വേണ്ടി സാധിക്കും. ആകെ നമുക്ക് ലഭിക്കുന്നത് 10 GB ഡാറ്റയാണ്. ഈ 10 GB ഡാറ്റയ്ക്ക് ഡെയിലി ലിമിറ്റ് ഇല്ല. പക്ഷേ ഈ പറയുന്ന 20 ദിവസത്തിനോട് നമുക്ക് ലഭിക്കുന്നത് 10 GB ഡാറ്റയാണ്. പ്ലാൻ 147 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 30 ദിവസമാണ്. ഈ 30 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് വിളിക്കാൻ വേണ്ടി സാധിക്കും. അതിനോടൊപ്പം നമുക്ക് ആകെ ലഭിക്കുന്നത് 10 GB ഡാറ്റയാണ്. ഈ 10 GB ഡാറ്റയ്ക്ക് ഡെയിലി ലിമിറ്റുകളില്ല. നമുക്ക് ആകെ ലഭിക്കുന്നത് 10 GB ഡാറ്റ മാത്രമാണ്. പ്ലാൻ 153 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 26 ദിവസമാണ്. 26 ദിവസത്തിനോട് നമുക്ക് 26 GB ഡാറ്റ ലഭിക്കും. അതിനോടൊപ്പം തന്നെ അൺലിമിറ്റഡ് കോളുകൾ ലഭിക്കും. 26 GB ഡാറ്റയ്ക്ക് ഡെയിലി ലിമിറ്റുകളില്ല. നമുക്ക് ആകെ ലഭിക്കുന്നത് 26 GB ഡാറ്റയാണ്. എപ്പോൾ വേണമെങ്കിലും നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. പ്ലാൻ 187 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 28 ദിവസമാണ്. 28 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും. അതിനോടൊപ്പം നമുക്ക് ഒരു ദിവസം 1.5 GB ഡാറ്റ വെച്ചും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. പ്ലാൻ 199 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 30 ദിവസമാണ്. ഈ 30 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും. ഓരോ ദിവസവും നമുക്ക് 2 GB ഡാറ്റ വെച്ചും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. പ്ലാൻ 228 കൃത്യമായിട്ട് അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 1 മാസമാണ്. നമ്മളൊരു മാസം 1-ാം തീയതി റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മാസം 1-ാം തീയതി ചെയ്താൽ മതി. 2-ാം തീയതി ചെയ്യുന്നെങ്കിൽ 2-ാം തീയതി ചെയ്താൽ മതി. അങ്ങനെ 1 മാസം വാലിഡിറ്റി ലഭിക്കുന്ന പ്ലാനാണ് ഇതെന്ന് പറയുന്നത്. 228 റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും. ഓരോ ദിവസവും നമുക്ക് 2 GB ഡാറ്റ വെച്ചും ലഭിക്കും. പ്ലാൻ 247 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 30 ദിവസമാണ്. ഈ 30 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും. ആകെ നമുക്ക് 50 GB ഡാറ്റ ലഭിക്കും. പെർ ഡേ ലിമിറ്റുകളില്ലാതെ നമുക്ക് 50 GB ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. പ്ലാൻ 299 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 30 ദിവസമാണ്. നമുക്ക് ഓരോ ദിവസവും 3 GB ഡാറ്റ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഇത് കൂടാതെ ഒരു 3 GB ഡാറ്റ നമുക്ക് എക്സ്ട്രാ ലഭിക്കുന്നുണ്ട്. എല്ലാ ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസും വിളിക്കാൻ വേണ്ടി സാധിക്കും. പ്ലാൻ 319 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 65 ദിവസമാണ്. ഈ 65 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് വിളിക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു പ്ലാനിനൊപ്പം നമുക്ക് ലഭിക്കുന്നത് ആകെ 10 GB ഡാറ്റയാണ്. ഈ 65 ദിവസത്തിനോട് ലഭിക്കുന്ന 10 GB മാത്രമാണ്. പെർ ഡേ ലിമിറ്റുകളില്ലാതെ നമുക്ക് 10 GB ഡാറ്റ ലഭിക്കുന്നുണ്ട്. പ്ലാൻ 345 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 60 ദിവസമാണ്. ഈ 60 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും. ഓരോ ദിവസവും നമുക്ക് 1 GB ഡാറ്റ വെച്ചും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. പ്ലാൻ 347 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 54 ദിവസമാണ്. ഈ 54 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും. ഓരോ ദിവസവും നമുക്ക് 2 GB ഡാറ്റ വെച്ചും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. പ്ലാൻ 397 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 180 ദിവസമാണ്. 180 ദിവസം നമുക്ക് ആകെ വാലിഡിറ്റി ഉണ്ടെങ്കിലും ഇതിൽ ആദ്യത്തെ 30 ദിവസം നമുക്ക് കുറേ ആനുകൂല്യങ്ങളുണ്ട്. ആദ്യത്തെ 30 ദിവസം നമുക്ക് അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും. ഓരോ ദിവസവും നമുക്ക് 2 GB ഡാറ്റ വെച്ചും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ആ 30 ദിവസം കഴിയുമ്പോഴേക്കും ഈ അൺലിമിറ്റഡ് കോൾസും ഡാറ്റയും തീരുന്നുണ്ടെങ്കിലും 180 ദിവസം വരെ വാലിഡിറ്റി ഉണ്ടായിരിക്കും. നമുക്ക് മെയിൻ ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് കോളുകൾ ചെയ്യുവാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇൻകമിംഗ് കോൾസും കൃത്യമായിട്ട് ലഭിക്കും. അങ്ങനെ നമുക്ക് സെക്കൻഡറി സിം ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നവർക്ക് വേണ്ടിയുള്ള ഒരു നല്ല പ്ലാനാണ് 397 എന്ന് പറയുന്നത്. പ്ലാൻ 485 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 80 ദിവസമാണ്. ഈ 80 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും. ഓരോ ദിവസവും നമുക്ക് 2 GB ഡാറ്റ വെച്ചും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. പ്ലാൻ 499 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 75 ദിവസമാണ്. 75 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും. ഓരോ ദിവസവും നമുക്ക് 2 GB ഡാറ്റ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അത് കൂടാതെ 3 GB ഡാറ്റ നമുക്ക് എക്സ്ട്രാ ആയിട്ടും ലഭിക്കും. പ്ലാൻ 599 രൂപയ്ക്ക് നമുക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 84 ദിവസമാണ്. ഈ 84 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും. ഓരോ ദിവസവും നമുക്ക് 3 GB ഡാറ്റ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അത് കൂടാതെ ഒരു 3 GB ഡാറ്റ നമുക്ക് എക്സ്ട്രാ ആയിട്ടും ലഭിക്കുന്നുണ്ട്. പ്ലാൻ 628 രൂപയ്ക്ക് നമ്മൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 84 ദിവസമാണ്. ഈ 84 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് വിളിക്കാൻ വേണ്ടി സാധിക്കും. അതിനോടൊപ്പം തന്നെ ഓരോ ദിവസവും നമുക്ക് 3 GB ഡാറ്റ വെച്ചും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അതുകൂടാതെ 100 SMS ഓരോ ദിവസം നമുക്ക് ലഭിക്കും. പ്ലാൻ
പ്ലാൻ 797 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലാൻ 397 സമാനമാണ്. ഇവിടെ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 300 ദിവസമാണ്. പക്ഷേ ആദ്യത്തെ 60 ദിവസത്തിന് കുറച്ച് ആനുകൂല്യങ്ങളുണ്ട്. ആദ്യത്തെ 60 ദിവസം നമുക്ക് അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും. ഒരു ദിവസം 2 GB ഡാറ്റ വെച്ച് ലഭിക്കും. അത് കഴിയുമ്പോഴേക്കും ഈ അൺലിമിറ്റഡ് കോൾസും ഡാറ്റയും ലഭിക്കത്തില്ല. പക്ഷേ വാലിഡിറ്റി 300 ദിവസം വരെ കാണും. അങ്ങനെ വാലിഡിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇൻകമിംഗ് കോൾസ് ലഭിക്കും, OTP ലഭിക്കും. നമ്മുടെ മെയിൻ അക്കൗണ്ടിലെ ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അത്യാവശ്യം കോളുകളും ചെയ്യാൻ വേണ്ടി സാധിക്കും. സെക്കൻഡറി സിമ്മിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഓഫറാണ് 797 എന്ന് പറയുന്നത്. പ്ലാൻ 897 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 180 ദിവസമാണ്. ഈ 180 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും. ആകെ നമുക്ക് 90 GB ഡാറ്റയാണ് ലഭിക്കുന്നത്. പെർ ഡേ ലിമിറ്റുകളില്ലാതെ നമുക്ക് 90 GB ഡാറ്റ ലഭിക്കുന്നുണ്ട്. നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. പ്ലാൻ 997 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 160 ദിവസമാണ്. ഈ 160 ദിവസം നമുക്ക് അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും. ഓരോ ദിവസവും നമുക്ക് 2 GB ഡാറ്റ വെച്ചും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. പ്ലാൻ 1198 BSNLന്റെ ഏറ്റവും ചെലവ് കുറഞ്ഞ ഇയർലി പ്ലാനാണ് 1198 എന്ന് പറയുന്നത്. 1198 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് നമുക്ക് ലഭിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ മാസവും നമുക്ക് 300 മിനിറ്റ് കോളുകളും 3 GB ഡാറ്റ ലഭിക്കും. അങ്ങനെ നമുക്ക് 12 മാസം, അതായത് 365 ദിവസം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. പ്രത്യേകം ഓർക്കുക, അൺലിമിറ്റഡ് കോൾസ് ഇല്ല. ഓരോ മാസവും നമുക്ക് ലഭിക്കുന്നത് 300 മിനിറ്റ് കോളുകളും 3 GB ഡാറ്റയുമാണ്. അങ്ങനെ നമുക്ക് 12 മാസവും ഓരോ മാസവും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. സെക്കൻഡറി സിമ്മിനൊക്കെ പറ്റിയ ഒരു നല്ല പ്ലാൻ തന്നെയാണ് 1198 എന്ന് പറയുന്നത്. പ്ലാൻ 1499 BSNLന്റെ 336 ദിവസം വാലിഡിറ്റി ഉള്ള പ്ലാനാണ് 1499 എന്ന് പറയുന്നത്. ഈ 1499 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് കോൾസ് 336 ദിവസം ലഭിക്കും. ആകെ നമുക്ക് ലഭിക്കുന്നത് 24 GB ഡാറ്റയാണ്. ഒരുപാട് കോൾ ചെയ്യുകയും വളരെ കുറച്ച് ഡാറ്റ ഉപയോഗിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് പറ്റിയൊരു പ്ലാൻ തന്നെയാണ് 1499 എന്ന് പറയുന്നത്. പ്ലാൻ 1999 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 365 ദിവസമാണ്. 365 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും. അതിനോടൊപ്പം നമുക്ക് 600 GB ഡാറ്റ ലഭിക്കും. പെർ ഡേ ലിമിറ്റുകളില്ലാതെ നമുക്ക് 600 GB ഡാറ്റ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. പ്ലാൻ 2399 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 395 ദിവസമാണ്. ഒരു വർഷമല്ല, ഏതാണ്ട് 13 മാസത്തോളം വാലിഡിറ്റി ഉണ്ട്. വളരെ മികച്ച പ്ലാൻ തന്നെയാണ്. നമുക്ക് ഓരോ ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും. അതിനോടൊപ്പം തന്നെ എല്ലാ ദിവസവും നമുക്ക് 2 GB ഡാറ്റ വെച്ചും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. പ്ലാൻ 2999 BSNLന്റെ ഏറ്റവും കൂടിയ റീചാർജ് പ്ലാനാണ് 2999 എന്ന് പറയുന്നത്. 365 ദിവസമാണ് അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. ഓരോ ദിവസവും നമുക്ക് 3 GB ഡാറ്റ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അതിനോടൊപ്പം തന്നെ ഈ 365 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസും വിളിക്കാൻ വേണ്ടി സാധിക്കും.